പ്രവാചകൻ പറഞ്ഞു കഴുതകളെപ്പോലെ നടറോഡികൾ ലൈംഗിക അരാജകത്വം മരങ്ങേറുമ്പോൾ നിങ്ങളൊന്ന് മാറിയിട്ട് ആ കാണുന്ന ഭിത്തിയുടെ ബേക്കിലേക്കൊന്ന് പോകണേ എന്ന് പറയുമെന്ന നാട്ടിലെ ഏറ്റവും വലിയ സത്യവിശ്വാസിയും ഈമാനുള്ളവനുമായിരിക്കുമെന്ന് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞെങ്കിൽ അതിന്റെ ആമുഖമാണ്, അതിന്റെ മുഖവുരയാണ് ഈ നാട്ടിൽ നടമാടുന്ന അരങ്ങേറുന്ന അരങ്ങ് തകർക്കുന്ന, നിങ്ങൾ കണ്ടില്ലേ, തലയിൽ തോർത്തിട്ടുകൊണ്ട് പരസ്യ ചുംബനത്തിന് വേണ്ടി ഈ സമുദായത്തിൽ പിറന്ന കേവലം 22 വയസ്സുള്ള ഒരു സഹോദരി പരസ്യമായി ചുംബിച്ചെങ്കിൽ കണ്ടില്ലേ, തലയിൽ തോർത്തിട്ടുകൊണ്ട്. അതും ഈ സമുദായത്തിലെ പെണ്ണാണ്, അതും ഈ ഇസ്ലാമിലെ പെണ്ണാണ്. അങ്ങനെ എന്തെല്ലാം കാണാൻ കഴിയുന്നു, എന്തെല്ലാം വരാനിരിക്കുന്നു അല്ലേ? അങ്ങനെ വരുമ്പോഴാണ് അല്ലാഹു തആല പിന്നെ അവിടെ നോക്കൂല, പിന്നെ അല്ലാഹു തആല നോക്കൂല. പിന്നെ പൂർവിക പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ഇറക്കിയ മാരകമായ ഭീകരമായ ആ ഭൂഘട്ടങ്ങളും ആ വൽഘടകങ്ങളും അതെല്ലാം നമ്മിലേക്ക് വർഷിക്കും. അവിടെ ചോപ്പ് മഴ ഉണ്ടാകും. പ്രകൃതി നമ്മളുമായി സംവദിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടൊന്നുമായില്ല പ്രിയമുള്ളവരെ. ഇവിടെ ചോപ്പ് മഴ പെയ്യുന്നു, ഇവിടെ വൈക്കോൽ മഴ പെയ്യുന്നു, ഇവിടെ പൂമഴ പെയ്യുന്നു. ഇങ്ങനെ പല മഴകളും വർഷിക്കുന്നു. ചങ്ങനാശ്ശേരിക്കാർക്ക് ചോപ്പ് മഴ പെയ്തെങ്കിൽ, പരപ്പനങ്ങാടി വള്ളിക്കുന്നുകാർക്ക് മീൻമഴ വർഷിച്ചെങ്കിൽ, വൈക്കോൽ മഴ വർഷിച്ചെങ്കിൽ, അതുപോലെ കിണറ്റിൽ തിരയിളക്കമുണ്ടായെങ്കിൽ, കിണർ താന്നിടിഞ്ഞു പോകുന്നുവെങ്കിൽ, വീടടക്കം തന്നെ താഴോട്ട് പോകുന്നുവെങ്കിൽ, കടലിൽ പോലും സംഭവിച്ചില്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ പരിസര പ്രദേശത്ത് സംഭവിച്ചെങ്കിൽ ചങ്ങനാശ്ശേരിക്ക് എന്താ ചോപ്പ് മഴ ഉണ്ടായത്? എങ്ങനെയാ ചോപ്പ് മഴ ഉണ്ടായത്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് കേൾക്കാതെ ജനതയുടെ തലയ്ക്ക് മുകളിൽ അല്ലാഹു തആല തുറന്ന പർവ്വതം ഉയർത്തിപ്പിടിച്ചില്ലേ? എന്റെ സഹോദരന്മാരെ, തുറന്ന പർവ്വതം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂടോടെ പിഴുതിട്ട് ബനൂ ഇസ്രായേലിന്റെ തലയ്ക്ക് മുകളിൽ, ദൂരപരിശുകളുടെ മുകളിൽ അല്ലാഹുവിന്റെ പ്രവാചകരെയും ദീനിനെയും ഇസ്ലാമിന്റെ മക്കളെയും നിഷ്ഠൂരം വധിക്കുന്ന ദൂതന്മാരായ ദൂതപരിശുകളുടെ മുന്നിലേക്ക് തലയ്ക്ക് മുകളിൽ ഒരു അധ്യാപികൻ വടിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു ഒരു കുട്ടിയെ ശ്വസിക്കുന്നത് പോലെ തുറന്ന പർവ്വതം ഉയർത്തിപ്പിടിച്ചു. ഇപ്പൊ തലയിൽ കൂടി ഇട്ടുതരും. എന്ത് തലയിൽ കൂടി ഇട്ടുതരും? നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ, മൂസാ നബിയെ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ, നിയമങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ഇട്ടുതരുമെന്ന് പറയുകയും ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് ഉയർത്തി. എങ്ങാനും തുറന്ന പർവ്വതം പോലെ ഒരു പർവ്വതത്തിനെ അല്ലാഹു തആല ചങ്ങനാശ്ശേരിക്കാട് മുകളിൽ ഉയർത്തിപ്പിടിച്ച് മഴ പെയ്തപ്പോൾ ആ പർവ്വതത്തിന്റെ ചോട്ടിലുള്ള ചോന്ന മണ്ണിൽ കൂടി ആ വെള്ളം ഒലിച്ചിറങ്ങി ചങ്ങനാശ്ശേരിക്കാർക്ക് ചോപ്പ് മഴയായെങ്കിൽ അത് ചങ്ങനാശ്ശേരിക്ക് മാത്രമുള്ള മെസ്സേജല്ല, ഈ ലോകത്തിന് മുഴുവനുമുള്ള മെസ്സേജാണ്. ആ ചോപ്പ് മെസ്സേജ് അല്ലേ? മയക്കുമരുന്നുണ്ടോ എന്ന് തിരയാൻ വേണ്ടി, അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസിന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. അതിന്റെ പേര് എന്താണ്? മെറ്റൽ ഡിറ്റക്ടർ അല്ലേ? അത് വെച്ച് നോക്കുമ്പോ അറിയാം മയക്കുമരുന്നുണ്ടോ, കഞ്ചാവുണ്ടോ, കറുപ്പുണ്ടോ, ഹഷീഷ് ഉണ്ടോ. അത് വെല്ലടിക്കും, ഒരു ചോപ്പ് ലൈറ്റ് കത്തും. എന്നതുപോലെ അല്ലാഹു തആല ചോപ്പ് മെസ്സേജ് അയച്ചിരിക്കുന്നു ചങ്ങനാശ്ശേരിക്കാരുടെ ഉച്ചിയിൽ. അതവർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള ആബാലവൃദ്ധ ജനങ്ങൾക്കുമാണ് ആ മെസ്സേജ് എന്ന് ചിന്തിക്കണം. അല്ലാഹു തആല കാക്കുമാറാകട്ടെ നമ്മളെല്ലാ പേരെയും അല്ലേ? അങ്ങനെ ഖസ്ഫം വഖദ്ഫം വമസ്ഖം വഖദ്ഫം വആയാത്തിൻ വആയാത്തിൻ തതാബഉ വആയാത്തിൻ തതാബഉ കനിലാമിൻ ഖുത്തിഅ സിൽകുഹു ഫതതാബ. നബിയുനാ റസൂലുള്ളാഹി ശിലകൾ വർഷിച്ചുകൊണ്ടിരിക്കും, അദാബുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അല്ലാഹു ഇറക്കും. എന്തെല്ലാം നമുക്ക് സൗകര്യങ്ങൾ തന്നു. മഹാമാരികൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ പ്രിയമുള്ളവരെ? എത്ര പനിയാ നമ്മുടെ പരിസരത്തുണ്ടായത്, എത്ര പേരിലായ എല്ലാ പുതിയ രോഗങ്ങളിലാ വരുന്നത്. നമ്മുടെ ഉമ്മമാരോ അവിടെ ഉമ്മമാരോ ഉപ്പുമാരോ കേട്ടറിവില്ലാത്ത എത്ര രോഗങ്ങളാ നമ്മിലേക്ക് വരുന്നു. ഇന്നും എയ്ഡ്സ് എന്ന് പറയുന്ന മഹാമാരിക്ക് രോഗമുണ്ടോ? ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് എന്നതിന് പ്രതിരോധ മരുന്നുണ്ടോ പ്രിയമുള്ളവരെ? മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എബോള ബാധിച്ചത് ആഫ്രിക്കയിലും നൈജറിലും എബോള ബാധിച്ചിട്ട് ആളുകൾ ബോഡികൾ വലിച്ചു വാരി റോഡുകളിലേക്ക് വലിച്ചെറിയുന്നുവെങ്കിൽ നിങ്ങൾ വാർത്തകൾ വായിക്കുന്നില്ലേ? കടന്നു വരില്ലേ നമ്മളിലേക്കും? അല്ലാഹു നമ്മളെ ഈ നാടിനെ കാക്കുമാറാകട്ടെ. ഖബറിന്റെ ചുംബനം,
അഥവാ ഈ സംസ്കാരം കെട്ട ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മരിക്കലാണല്ലേ. അങ്ങനെ ഒരു കാലം വരുന്നല്ലേ പടച്ചോനെ. അങ്ങനെ ഒരു കാലം വന്നാൽ അങ്ങനെ ഒരു കാലം വന്നാൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ ഖബറാണ് നല്ലതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നു അല്ലേ. യാലൈതനീ മകാന ഹാദാ, പടച്ചോനെ ഞാൻ ഇയാളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ. ഓരോ ആളുകളും ഖബറിന്റെ ഭാഗത്ത് പോയി പറയുന്ന ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. അത് മരിക്കാൻ ആഗ്രഹം കൊണ്ടല്ല, മരിച്ചുള്ള പറയാനല്ല, വീട്ടിലെ മക്കളെ ഇടങ്ങേറുകൊണ്ട് പറയുന്നതാണ്. അതും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഖബറിന്റെ ചുംബനം, ആ ചുംബനത്തിൽ നിന്ന് അല്ലാഹു തആല സന്തോഷത്തോട് ഖബർ പിടിച്ച് ചുംബിക്കുന്നതാ. ആ ചുംബനത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. ഈ സാലിഹായ പാവപ്പെട്ട ഈ അഭിനയം കൊണ്ട്, ഈ അടിമയും കൊണ്ട് ഖബറങ്ങോട്ട് ചുരുങ്ങിയിട്ട്, ഖബറങ്ങോട്ട് അടുത്തിട്ട്, ഖബറങ്ങോട്ട് ഞെരുക്കിയിട്ട് ജനാസ കൊണ്ടുവച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഖബറിന്റെ ഓരത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തസ്ബീഹ് ചൊല്ലുകയാണ്, അവിടുന്ന് തക്ബീർ ചൊല്ലുകയാണ്. ഇന്നേ വരെ ഭൂമിയിൽ ഇറങ്ങാത്ത 70,000 മലക്കുകളാണ് അല്ലാഹുവിന്റെ ജനാസയെ ഗമിച്ചതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ കാലിന്റെ പെരുവിരൽ കുത്തിക്കൊണ്ട് നടക്കുന്ന വേളയിൽ അവിടുത്തെ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അന്ന് നടന്നപ്പോൾ കാലിന്റെ പെരുവിരൽ കുത്തിക്കൊണ്ട് അത് ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണല്ലോ, എന്തിനാ റസൂലേ നടന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് വരെ ഈ ഭൂമുഖത്ത് കാലുകുത്താത്ത, ഇന്ന് വരെ ഈ ദുനിയാവിൽ ഭൂമിയിൽ ഇറങ്ങാത്ത 70,000 മലക്കുകൾ സഅദിന്റെ ജനാസയെ അനുഗമിക്കാൻ വേണ്ടി സഅദിന്റെ ജനാസയോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ ഞാൻ ചവിട്ടി മരിക്കുമെന്ന് പേടിച്ചതുകൊണ്ടാണ് എന്റെ കാലിന്റെ പെരുവരലൂന്നിന നടന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ, ആ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഖബർ ധരിക്കുമെങ്കിൽ തഅദന്നവർ മൗതായുടന്നർശന്ന് സന്തോഷമാൽ വിറച്ചെന്ന് നബി പറയുന്നു. അബൂ സഈദുൽ ഖുദ്രി പറയുന്നുണ്ട്, സഅദിനെ ഖബർ കുഴിച്ചതിൽ ഞാനുണ്ട്, ഇസ്കിന്റെ മണവും ഞാനത് ശ്വസിച്ചെന്ന് എന്നും മശാരിഖ് വ്യക്തമായി പറയുന്നു. സ്വർഗീയ മിസ്കിന്റെ പരിമളമാണ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കുഴിച്ചപ്പോൾ ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് തള്ളിയതെന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള സഅദിനെ പോലെ ഖബർ വെറുതെ വിടാതെ അത് പിടിച്ച് ചുംബിച്ചിട്ട് ആ ഖബർ പിടിച്ച് വൃത്തിയിട്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാരിയല്ലുകൾ 2 ഭാഗത്തും ഒന്ന് കോർത്തിട്ട് അതിന്റെ രിവിരി കൊണ്ടിട്ട് അത് പൊട്ടിത്തകർന്ന് തരിപ്പണമായിട്ട് ആ ശബ്ദം അല്ലാഹുവിന്റെ റസൂൽ കേട്ടപ്പോൾ വകബ്ബറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദര സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജനാസ കൊണ്ടുവച്ച് ആ ഖബറിന്റെ ഞെരുക്കം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ആലോചിച്ച് നോക്ക്. കാലിന്റെ മുട്ടിന് വേദന വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കൈമുട്ടിന് വേദന വന്നാൽ സഹിക്കാൻ കഴിയുന്നില്ല, ഒരു തലവേദന വന്നാൽ സഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ 10,000 വാരിയെറിഞ്ഞ് നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി നമ്മൾ കാശുകൾ അതിനു വേണ്ടി വാരി ചെലവഴിക്കുമ്പോൾ ഈ ഖബറിലെ വാരിയല് പൊട്ടുന്നതിന് എന്താണ് നമ്മൾ ചെലവാക്കുന്നത്? അതിനുവേണ്ടി എന്താണ് നമ്മൾ കാലയെ കൂട്ടി വെക്കുന്നത്? അള്ളാഹു നമ്മേവരെയും കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹയെ ആ ജനാസ ഖബറിൽ കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകനെ ഖബർ കുഴിച്ച് ആ ഫാത്തിമ ബിൻത് അസദിന്റെ ജനാസ പ്രവാചകൻ തോളിൽ വെച്ച് പ്രവാചകൻ ചുമന്നു വന്ന് പ്രവാചകൻ ആ ഖബറിനകത്ത്, ആ ചരിത്രം വിശാലമായി പറഞ്ഞ് നിങ്ങൾക്കറിയും, ആ ഖബറിനകത്ത് പ്രവാചകന്റെ കമീസ് ഊരിയിട്ട് ഖബറിനകത്ത് വെച്ചിട്ട് പ്രവാചകൻ ആ ഖബറിൽ കിടന്ന് പ്രവാചകൻ ഉരുണ്ടിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി
بعد أمي اللهم اغفر لأمي بعد أمي اللهم اغفر لأمي بعد أمي. ഉമ്മയുടെ ലാളന അറിയാത്ത, ഉമ്മയുടെ സ്നേഹം കിട്ടാത്ത അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചവനെ എന്റെ പെറ്റുമ്മയ്ക്ക് ശേഷം എന്റെ പോത്തുമ്മയായ എന്റെ ഉമ്മയാണ് ഫാത്തിമ ബിൻത് അസദ്, അലിയാർ തങ്ങളുടെ മാതാവാണ് ഫാത്തിമ ബിൻത് അസദിനെ പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുകയും ആ ഫാത്തിമ ബിൻത് അസദിന്റെ ജനാസ മാത്രം, വാരിയല്ല മാത്രം എന്റെ സഹോദരി, എന്റെ കല്ലാച്ചിയിലെ ഉമ്മ, എന്റെ കല്ലാച്ചിയിലെ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പൊന്ന സഹോദരി, ആ ഫാത്തിമയുടെ ജനാസ മാത്രം, ആ ഫാത്തിമയുടെ മാത്രം വാരിയല്ലുകൾ മാത്രം കോർത്തില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ഫഖീല യാ റസൂലല്ലാഹ് വലൽ ഖാസിം ബനക്, അങ്ങയുടെ മകനായ ഖാസിമിന്റെ വാരിയെല്ലാം ഒഴിവാക്കിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖാല വലാ ഇബ്രാഹിം, ഖാസിമിന്റെ നേരെ ഇളയവനായ ഇബ്രാഹിമിന്റെ ജനാസ പോലും ഖബർ വെറുതെ വിട്ടില്ല. മാ ഉഫിയ അഹദുൻ മിൻ വഖ്തത്തിൽ ഖബർ ഇല്ലാ ഫാത്തിമത്തു ബിൻതു അസദ് വലബനക القاسم قال ولا إبراهيم, ഇബ്രാഹിമിനെ പോലും വെറുതെ വിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കൊണ്ട് ഖബറടക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്നങ്ങോട്ട് തുടുത്തിട്ട് വിവർണമായപ്പോൾ പ്രവാചകൻ കരഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, ഫാത്തിമയുടെ വാരിയല്ല കോർക്കുന്ന ശബ്ദം, എന്റെ പൊന്നുമകളുടെ വാരിയല്ല കോർക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. സഹാബത്തെ ലഖദ് ലഖതൻ തസ്മഉഹാ മാ ബൈനൽ ഖാഫിഖൈൻ, ആകാശഭൂമിയുടെ രണ്ട് പാർശ്വം വരെ സൈനബിന്റെ വാരിയൽ പൊട്ടുന്ന, ഞെരിയുന്ന, അത് ഞെരിപരി കൊള്ളുന്ന എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എങ്കിൽ ഖബറിന്റെ ആഴം സേവിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കുന്നോർക്ക്, പെരുങ്കല്ല് മുകളിൽ വെച്ച് മിന്നാ തൊട്ട്, പെരുങ്കല്ല് മുകളിൽ വെച്ച് മിന്നാ തൊട്ട് ഒതീറ്റ് മണ്ണും നിട്ട് സ്ഥലവും വീട്ട്, ഇതുപോലെ ജീവിതക്കാലമില്ലൊരു കൊണ്ട് കുടസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്, ദുർഗന്ധമാലാത്ത ഖബർ മുഴുവൻ നാറും, നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും, പല്ലിന്റെ മുകളിൽ തോലണിഞ്ഞാൽ പിന്നെ ചിരിക്കുന്ന പല്ലള് ചാകിടത്തം തന്നെ, ഇതുതന്നെ മതി മതി കരയുവാൻ ധാരാളം, ചിന്തിച്ച് നോക്കിയത് സകലവും നൂത്തോളം. ഒരു 3 ദിവസം കഴിയണ്ടേ നമ്മുടെയൊക്കെ ചേലും കോലോ സൗന്ദര്യവും പ്രതാപവും എല്ലാം കാണണമെങ്കിൽ അല്ലേ? 3 ദിവസം കഴിഞ്ഞ മാതി നോക്ക്. അല്ലാഹ് കാക്കുമാറാകട്ടെ. എത്രയോ മഹാരഥന്മാർ ഇന്നും ഒരു കേടും പറ്റാതെ, ഇന്നും ഒരു കുറവും പറ്റാതെ, ഒരു കുഴപ്പവുമില്ലാതെ പരിശുദ്ധമായ ശരീരങ്ങളെ മണ്ണ് ചുംബനം നൽകി ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന എത്ര മഹാത്മാക്കൾ നമ്മുടെയൊക്കെ പള്ളിയുടെ പരിസരങ്ങൾ ഉണ്ടാകുന്നത് അറിയുമോ പ്രിയമുള്ളവരെ? നാട്ടിൽ ആർക്കും വേണ്ടാത്തവൻ, നാട്ടിൽ എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ, അവനെ ഇന്നും പള്ളിയുടെ പരിസരത്തെ ഖബറിനകത്ത് അവന്റെ ശരീരത്തിന് ഒരു കേടും കൂടാതെ കിടന്നുറങ്ങുന്നുവെങ്കിൽ അല്ലാഹു നമ്മുടെയൊക്കെ ശരീരങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒന്നാമത്തെ ആരവമാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ ആരം കലാമുൽ ഖബർ, ഖബർ സംസാരിക്കും. ആ സംസാരം ഖബർ സംസാരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖബർ സംസാരിക്കും. മൂന്നാമത്തെ ആരവം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ, പറയുമ്പോൾ, അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മൂന്നാമത്തെ ആരവം പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്വർണ്ണ സംഭാവന ചെയ്യുന്നവരുണ്ട്. ആ ലിസ്റ്റിൽ അത് എവിടെയൊക്കെ സംഘാടകർ ഒരുപാട് വാളണ്ടിയർമാരുണ്ടല്ലോ, ഒന്ന് കാണാനുള്ള സമയത്ത് എവിടെയാണ് കുട്ടികളുടെ യുവാക്കന്മാർ ഷുബാൻ
VMS അല്ലേ MVS ശുബാൻ യാ ശുബാനു യാ ശുബാൻ ലബൈക ഹാദാ യാ ശുബാൻ യാ ശുബാനു യാ ശുബാൻ ലബൈക ഹാദാ യാ ശുബാൻ ലബൈകുമു യാ ശുബാൻ. എവിടെ എന്റെ പൊന്നു ശുബാനിങ്ങളെ? ഉറങ്ങിയ പേരുകൾ കൊണ്ടുവരാ. സല്ലല്ലാഹു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. പോരാ, സലാത്തിനോട് ഇത്ര വെറുപ്പ് അങ്ങ്. ഈ 3 സ്വലാത്ത് കുറിച്ചിട്ടുള്ള ഡയറിയില് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഇന്നലെയും ഇന്നുമായി സദസ്സിൽ ഒരുപാട് സഹോദര സഹോദരിമാര് സമ്മേളിച്ചു നാദാ. ആമീൻ പറയുക. സമ്മേളിച്ചു നാദാ. 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴായല്ലോ എന്റെ സഹോദരന്മാരോട് പടച്ചവനെ സമ്മേളിച്ചു നാദാ. ഈ സദസ്സിൽ നീ സ്വീകരിക്കണേ അല്ലാ, ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ പ്രവാചകരെ ഈ പ്രപഞ്ചത്തിന്റെ പ്രതലത്തിൽ സമ്മേളിപ്പിച്ച സ്വർഗീയ മലർവാടിയിൽ നിന്നും ഒരു മലർവാടിയാണ് ഈ സങ്കേതം അല്ലാഹുവേ. ഈ സദസ്സ് പൂവാടിയാണ് അല്ലാഹുവേ. സ്വർഗത്തിൽ ഇരിക്കുന്ന അനുഭൂതിയാണല്ലോ ഈ സദസ്സിൽ നീ ചൊരിക്കുന്നത് അല്ലാഹുവേ. പടച്ചവനെ, ഇതിന് പകരം ഞങ്ങൾക്ക് സ്വർഗലോകം നീ നൽകണേ അല്ലാ. സ്വർഗലോകത്ത് മണിമാളികൾ നൽകണേ അല്ലാ. ഒരുപാട് ശാരീരികമായി മാനസികമായി അസ്വസ്ഥതകളുള്ള ഒരുപാട് ഉമ്മമാര് ഒട്ടുമാര് സദസ്സിലുണ്ടല്ലാഹുവേ. പടച്ചവനെ, ഈ ബറക്കത്തിന്റെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, എന്ത് രോഗമാണെങ്കിലും നീ ശിഫാ നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. വിവിധ ദേശങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് പാടാളുകൾ വസിയത്ത് ചെയ്തു. നാട്ടിലെ നല്ലവരായ ഉമ്മമാര് വസിയത്ത് ചെയ്തു. ഇതെല്ലാം സ്വർണ്ണത്തിനാണ്. ബാക്കിയെല്ലാം നിങ്ങൾ നാട്ടിൽ ഞാൻ ദുആ ചെയ്തേട്ടാ. വസിയത്ത് ചെയ്തു. റഹ്മാനെ, പടച്ചവനെ, ഞാനിവിടെ വന്നതിന് ശേഷം ചായ കുടിക്കാനും ആഹാരം കഴിക്കാനും ഇവിടെയുള്ള പലരും എന്നെ ക്ഷണിച്ച അല്ലാഹുവേ, ആ വീടുകളിലൊക്കെ ഞാൻ കയറി ഇറങ്ങിയപ്പോൾ എന്നോട് ആത്മാർത്ഥമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഉമ്മയുണ്ട്, ഉപ്പമാരുണ്ട്, അതുപോലെ യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അല്ലാ, വെളിവാക്കാത്ത രോഗങ്ങളുണ്ട്, ആരോടും പറയാത്ത പ്രശ്നങ്ങളുണ്ട്. ഇതിനു വേണ്ടി ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലാ, അതൊക്കെ നീ മാറ്റണേ ഹദാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹുവേ, സമാധാനം നൽകണേ അല്ലാഹുവേ, ആനന്ദം നൽകണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരിമാര്, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ നാഥാ, അനുഗ്രഹിക്കണേ നാഥാ. പടച്ചവനെ, ഈ മജ്‌ലിസിലേക്ക് ഇനിയും ആരാണോ സ്വർണ്ണങ്ങൾ സദഖയായി നൽകുന്നത്, പടച്ചവനെ, അവരെ നീ അറിയുമല്ലോ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ പ്രവാചകന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദിന്റെ ജനാസയെ ഖബറിലിരിക്കില്ല അല്ലാ, ഖബറിടുക്കില്ല തമ്പുരാനെ. ആ കൂട്ടത്തിൽ എന്റെ ഉമ്മമാരെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, എന്റെ സഹോദരിമാരെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഫാത്തിമത്തുൽ റസൂൽ റളിയല്ലാഹു തആല അൻഹ കടക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് ഫാത്തിമ ബീവിയോടൊപ്പം കിടക്കാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹുവേ. നാളെ ഊറാനികളുമായി സന്ധിക്കുമ്പോൾ, അവരുമായി സന്ധിയില്ല സമരം നടത്തുമ്പോൾ, അവരുമായി കണ്ടുമുട്ടുമ്പോൾ എന്റെ ഇവിടത്തെ കല്ലാച്ചിയിലെ ഉമ്മമാർക്ക് നാളെ ഊറാനികളോട് പറയണം, ഈ പെണ്ണുങ്ങളെ, നിങ്ങൾ
അതിന്റെ സദസ്സിൽ സ്വർണത്തിന് വള കൊടുത്ത്, കമ്മൽ കൊടുത്ത്, മോതിരം കൊടുത്ത്, ബ്രേസ്ലെറ്റ് കൊടുത്ത്, പാദസരം കൊടുത്ത്, കൊലസ് കൊടുത്ത്, അങ്ങനെ ഞങ്ങൾ സ്വർഗത്തിലേക്ക്, ഞങ്ങളുടെ തറവാടായ സ്വർഗത്തിലേക്ക് വന്നതാണ്. മാറി നിൽക്കുകയും പെണ്ണുങ്ങളെ, സ്ത്രീകളെ എന്ന് പറഞ്ഞവരെ ഭഗഞ്ഞു മാറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം ഈ നാട്ടിലെ നല്ലവരായ എന്റെ എല്ലാ ഉമ്മമാർക്കും നീ നൽകണേ നാഥാ, നീ അനുഗ്രഹം ചെയ്യണേ നാഥാ. മരിച്ചുപോയ ഉമ്മയ്ക്ക്, മരിച്ചുപോയ ഉപ്പയ്ക്ക്, ഉമ്മയ്ക്ക്, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാ. സ്വർണ്ണവള്ള സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മരണപ്പെട്ടു പോയ ഭർത്താവിനോട് എത്ര സ്നേഹമാണുള്ളത്, ഉമ്മയോട് എത്ര സ്നേഹമാണുള്ളത്, ഉപ്പയോട് എത്ര സ്നേഹമാണുള്ളത്. പടച്ചവനെ, ഭർത്താവിന്റെ ഖബറിന്റെ ജീവിതത്തിന് സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ഉമ്മയുടെയും മാതാവിന്റെയും ഖബറുടെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി കയ്യിലണിഞ്ഞിരുന്നൊരു വളസദക്ക ചെയ്തു നാഥാ. ഈ രാത്രിയിൽ നിന്റെ മുന്നിലേക്ക് ആ സഹോദരിക്ക് വേണ്ടി ഉയർത്തുന്ന കരങ്ങൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. ഒരുപാട് സ്വലാത്തുകളുടെ പിന്നിൽ ഞങ്ങൾ ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉമ്മയ്ക്ക് പൊറുക്കണേ തമ്പുരാനെ, ആ ഉപ്പയ്ക്ക് പൊറുക്കണേ അല്ലാഹുവേ, ആ ഭർത്താവിന് പൊറുക്കണേ അല്ലാഹുവേ. ആ ഭർത്താവിന്റെയും ഉമ്മയുടെയും ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹുവേ. ഉപ്പയുടെ ഖബറിനെ വിശാലമാക്കണേ അല്ലാഹുവേ. ആ ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹുവേ. ആ ഖബറിൽ നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണേ നാഥാ, നിറയ്ക്കണേ നാഥാ, നിറയ്ക്കണേ നാഥാ. സ്വർഗീയ അപ്സരസുകളുടെ സാന്നിധ്യം നീ നൽകണേ അല്ലാഹുവേ. റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം നീ നൽകണേ അല്ലാ. ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ആ കുടുംബത്തിൽ നിന്ന് നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഉമ്മമാരുടെ അടുത്തേക്ക് പോകണം കേട്ടോ. അവര് ഇനിയും ഇൻഷാ അല്ലാഹ് തരാനുള്ള ഒരുക്കത്തിലാണ് എന്നെനിക്ക് തോന്നുന്നു. ഉസ്താൻ അറിയാം ഇവിടുത്തെ സന്തുലിതാവസ്ഥ, ഇവിടുത്തെ നാടീമിടിപ്പ് ഉസ്താൻ അറിയാം. നിങ്ങൾ എവിടെയാണ്? ഇങ്ങനെ നടന്നാൽ മതിയാ? ഞങ്ങൾ മുന്നിൽ വരെ ബർക്കത്തിന് വേണ്ടി അങ്ങോട്ട് ചെല്ലണേ. എവിടെ നമ്മുടെ ചെറുപ്പക്കാരെ ഷാജി, ഇങ്ങനെ നൗഷാദ്, പലരും ഉണ്ട്. എവിടെ ആരും ആരും കാണുന്നില്ലല്ലോ. അങ്ങോട്ടൊരു മുഖം വേണേ. അവരിങ്ങനെ പറയും, നൗഷാദ് എന്താണ് നൗഷാദ് ഉമ്മ പ്രത്യേക ദുആ ചെയ്യാൻ എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ മകന്റെ ഖബർ ജീവിതം സുഖകരമാക്കാൻ ദുആ ചെയ്യുക. ഒരു സ്ത്രീ സ്വർണ്ണക്കമ്മൽ അല്ലാഹുമ്മ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ആ മകന്റെ ഖബർ ജീവിതം നീ ആനന്ദത്തിലാക്കണേ നാഥാ, സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറക്കണേ അല്ലാ. സ്വർഗീയ കവാടങ്ങൾ ആ ഖബറിലേക്ക് തുറക്കണേ അല്ലാ. സ്വർഗീയ സ്ഥലത്തിൻ തീരങ്ങളെ ദർശിച്ചു കിടക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹുവേ. സ്വർഗീയ അന്നപാനങ്ങൾ ആവോളം നൽകണേ അല്ലാഹുവേ. സ്വർഗീയ ഉടയാടകൾ നൽകണേ അല്ലാഹുവേ. സ്വർഗീയ പട്ടുമത്തുകൾ ആ ഖബറിന്റെ അന്തർഭാഗത്ത് വിരിക്കണേ നാഥാ. ആ ഖബറിലെ കല്ലുകളും മണ്ണുകളും സ്വർഗീയ മിശ്രുകളും സ്വർഗീയ കസ്തൂരികളും മണിമാണിക്യങ്ങളും വൈരങ്ങളും മുത്തുകളുമാക്കി തീർക്കണേ അല്ലാ. സ്വർഗീയ പരിമളം നീ നിറയ്ക്കണേ അല്ലാ. നാളെ മാതാപിതാക്കൾ മഹശറിന്റെ ലോകത്ത് വരുമ്പോൾ അവരെ കണ്ടുകൊണ്ട് കൈപിടിച്ച് സ്വർഗം പുൽകാനുള്ള ഭാഗ്യം ആ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ഖബർ ജീവിതം സുഖകരമാക്കാൻ ദുആ ചെയ്യുക. ഒരു സ്ത്രീ സ്വർണ്ണ നാണയം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മകന്റെ സ്വർണ്ണ മോതിരമല്ല, ഒരു സ്വർണ്ണ നാണയം, ഭർത്താവിന്റെ ഖബർ ജീവിതം സുഖകരമാക്കാൻ അല്ലാഹ് സൗഖ്യം നൽകണേ നാഥാ.
ജീവിച്ച് കുറുതിയിരുന്നതിന് മുമ്പ് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട മാവിന്റെ ഭർത്താവിന്റെ ജീവനം നീ എടുത്തല്ലോ അല്ലാ. ആത്മാവിന്റെ ലോകത്ത് വിരാജിക്കുന്ന ആ റൂഹിന് നീ ശാന്തി നൽകണേ അല്ലാഹുവേ, സന്തോഷം നൽകണേ അല്ലാഹുവേ, ഖൈർ ചൊരിക്കണേ അല്ലാഹുവേ. ഈ സദഖകൾ അവർ അറിയുന്നുണ്ടല്ലോ നാഥാ. ഈ സദഖ എന്ന സൽക്കർമ്മങ്ങൾ അറിഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന പരേതാത്മാക്കളുടെ കൂട്ടത്തിൽ ആത്മാവിനെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആ പിതാവിന്റെ കബറിടം വിശാലമാക്കണേ അല്ലാഹുവേ, പ്രകാശമാക്കണേ അല്ലാഹുവേ, ഖൈർ ചൊരിക്കണേ അല്ലാഹുവേ, നന്മ ചൊരിക്കണേ നാഥാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഈ റോഡിന്റെ സൈഡിലുള്ള ആളുകളെ ഈ സദസ്സിലേക്ക് വാ, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാൻ പോയി. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരുപാട് ആൾ മാറിയിരിക്കുക, എന്ത് സ്വർഗത്തിൽ നിന്ന് മാറിയിരിക്കും പോലെ. സ്വർഗം കൊടുക്കാന്ന് അള്ളാഹ് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് മാറിയിരിക്കുമ്പോഴേ നമ്മൾ വാണ്ടിസ് കൊണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് ആ സദസ്സിലേക്ക് പിടിച്ചടിപ്പിക്കുക, എല്ലാ സദസ്സിലേക്ക് വരാൻ എല്ലാ കുട്ടികളെ ചെല്ലുക. ഇത് മാറിയിരിക്കല്ലേ. ഇങ്ങനെ മാറിയാലും പിന്നെ മാസറയിലും അള്ളാഹ് മാറ്റി നിർത്തും, അല്ലേ അല്ലേക്കാ? ഇങ്ങനെ മാറ്റിയാലേ ഇങ്ങനെ മാറി എന്നാ പിന്നെ മാസറയിൽ മാറിക്കിടാവും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. മാറുന്നില്ലടാ എന്ന് അള്ളാഹു തആല ആക്രോശിക്കും. ഈ ആകാശ ഭൂമികളെ അള്ളാഹു തആല അവന്റെ ചൂണ്ടാണി വിരലിൽ എടുത്ത് പിടിച്ച് നൃത്തം ചവിട്ടിക്കൊണ്ട് അള്ളാഹു എടുത്ത് കറക്കിക്കൊണ്ട് വാനത്തിന്റെ ഓരം പറ്റിക്കൊണ്ട് മലക്കൾ വിറച്ച് വിറച്ച് പേടച്ച് നിൽക്കുമ്പോൾ മാറി നിൽക്കേണ്ടി വരും. സുഹൃത്തെ, സദസ്സിലേക്ക് വാ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ മകന്റെ കുട്ടി ഉണ്ടാകാൻ മരിച്ചുപോയ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഭർത്താവിന് വേണ്ടിയും ഹജ്ജിന് പോകാൻ വേണ്ടിയും ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടിയും ദുആ ചെയ്യാൻ സ്വർണ്ണമോതിരം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഇവിധങ്ങളാണ് ആ ഉമ്മയുടെ ഉദ്ദേശം, ഇവിധങ്ങളാണ് ആഗ്രഹം. അല്ലാഹുവേ, മരിച്ചുപോയ ഉപ്പയ്ക്ക് നീ പൊറുക്കണേ അല്ലാഹുവേ, ഉമ്മയ്ക്ക് പൊറുക്കണേ അല്ലാഹുവേ, ഭർത്താവിന് പൊറുക്കണേ അല്ലാഹുവേ, മഗ്ഫിറത്ത് നിറക്കണേ അല്ലാഹുവേ, റഹ്മത്ത് നിറക്കണേ അല്ലാഹുവേ, ഖൈറാത്തുകൾ അവിടെ ഖബറുകൾ നീ നിറക്കണേ അല്ലാഹുവേ, സ്വർഗീയ സൗരഭ്യം നൽകണേ അല്ലാഹുവേ, സ്വർഗീയ പരിമളം നീ നൽകണേ അല്ലാഹുവേ, സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊടുക്കണേ അല്ലാഹുവേ, സ്വർഗീയ അന്നപാനങ്ങൾ കൊടുക്കണേ അല്ലാഹുവേ, സ്വർഗീയ ഉടയാടകൾ കൊടുക്കണേ അല്ലാഹുവേ, സ്വർഗീയ പട്ടുമത്തുകൾ കൊടുക്കണേ അല്ലാഹുവേ, സ്വർഗത്തിൽ മണിമാളികകൾ പണിയണേ തമ്പുരാനെ. ഈ സദഖ നീ സ്വീകരിക്കണേ നാഥാ. സ്വർഗീയ ആഭരണങ്ങൾ അവർ പണിയിക്കണേ അല്ലാഹുവേ. ഈ ദാതാവായ ഉമ്മയ്ക്ക് റബ്ബേ നിന്റെ സ്വർഗീയ ഉടയാടകളും ആഭരണങ്ങളും നൽകണേ അല്ലാഹുവേ. സ്വർഗീയ സരസ് മോദാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹുവേ, സ്വർഗീയ സരസ് മോദാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, സ്വാലിഹായ സന്താനങ്ങൾക്കുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ. ഒരു കുഞ്ഞിളം കാല് കാണാൻ, ഒരു പൊന്നോമനെ കാണാൻ, ഒരു പൊന്നോമനെ ലാളിക്കാനുള്ള ഭാഗ്യം നൽകണേ നാഥാ. സ്വാലിഹായ സന്താനങ്ങൾ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാ. എത്രയോ ആളുകൾ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദുഃഖിക്കുന്ന ദുഃഖം കൊണ്ട് നടക്കുന്ന എത്രയോ ആളുകൾ അതിന്റെ ദുആ ചെയ്യാൻ വേണ്ടി സദഖ നൽകിയിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്രയോ ആളുകൾക്ക് സന്താനങ്ങളെ നൽകിയ നാഥാ, ആ സഹോദരൻ നീ നൽകണേ റഹ്മാനേ. ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ, ഉംറയ്ക്കുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ് ധന്യമായ മക്ക എന്ന നാടാദേശത്തേക്ക് കടക്കുവാനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനയിൽ പോകുവാനും പുണ്യസ്ഥലങ്ങളിലെല്ലാം പോകുവാനുമുള്ള ഭാഗ്യം നൽകണേ തമ്പുരാന്. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം നമുക്കും അവർക്കും നൽകണേ തമ്പുരാനെ. അവസാനം ദീർഘായുസ് നൽകിയിട്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാ. നമുക്കും നൽകണേ റഹ്മാനേ.
ഈ ദുആ നീ വെറുതാക്കരുതേ തമ്പുരാനെ, ഈ ദുആ നീ വെറുതെയാക്കരുതേ നാദാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർണ്ണം ഇനിയുണ്ട്, ഇനി അവസാനം ദുആക്കാൻ നിർത്താറായില്ലേ സാർ? നിർത്താറായില്ലേ? നിങ്ങൾ ആദ്യം സ്വയം പോലെ നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? പറയാം, തങ്ങൾ പറയണം. അപ്പൊ തങ്ങളുടെ ആശീർവാദത്തോട് ബർക്കത്തോടു കൂടി ഇതാ പറയാൻ പോവേണേ. എന്താ? ഖബറിന്റെ മൂന്നാമത്തെ ആരവം. അത് അള്ളാന്റെ റസൂൽ തന്നെ പറയട്ടെ, നമുക്ക് ആർക്കും പറയണ്ടല്ലോ. അള്ളാന്റെ റസൂൽ പറഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. തിരുവനന്തപുരം തെന്നൂർ മുഹമ്മദ് ബാത്തവിയുടെ ഭാഷ്യമല്ല, കല്ലാച്ചിക്കാരുടെ ഭാഷയല്ല, അവരുടെ സംസാരമല്ല. ദുഃഖത്തിന്റെ വഹീന്റെ ഇൽമാണ്. അത് പിഴക്കത്തില്ല, അത് തെറ്റത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൻഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ അളിയനൊന്നുമല്ല മസ്ഊദ് റളിയല്ലാഹു അൻഹു, അൻഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൂമുഖം കണ്ടുകൊണ്ട് സറൈത മിൻ ഹറമിൻ ലൈലൻ നീല ഹറമി കമാ സറൽ ബദ്റു ഫീ ദജിൻ മിനൽ ളുലമി മൗലായ على حبيبك خير الخلق كلهم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.